is respiratory system. ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് വാട്ട് ദ സിസ്റ്റം ഡീൽസ് വിത്ത് അല്ലേ. റെസ്പിറേഷൻ. വാട്ട് ഈസ് റെസ്പിറേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വി ടേക്ക് ഇൻ ഫ്രഷ് എയർ ആൻഡ് ഗിവ് ഔട്ട് ദ യൂസ്ഡ് എയർ അല്ലേ. ഫ്രഷ് എയറിനകത്ത് ഓക്സിജൻ ഉണ്ടായിരിക്കും ആൻഡ് യൂസ്ഡ് എയറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും. സോ റെസ്പിറേഷൻ ഈസ് of two types, that is external respiration and internal respiration. External respiration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the gaseous exchange between the alveoli and blood. ഓക്കെ, നമ്മൾ ശ്വാസം അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആൽവിയോലയിൽ പോയിട്ട് ആ എയർ ബ്ലഡിലേക്ക് ഡിഫ്യൂഷൻ നടത്തുന്നു. ബ്ലഡിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ആൽവിയോലയിലേക്കും വരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി ബ്ലഡ് ആൻഡ് ദി ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷനാണുള്ളത്, എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആൻഡ് ഇൻറ്റേർണൽ റെസ്പിറേഷൻ. ആൻഡ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ, ആ രണ്ട് ടേംസും എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും. ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ എന്ന് പറയുന്നത് ദേ ആർ ദ ഫേസസ് ഓഫ് റെസ്പിറേഷൻ. Inspiration is the taking in of fresh air and expiration is the giving out of used air. Okay, അപ്പോൾ അതാണ് രണ്ട് ടൈപ്സും അതേപോലെ തന്നെ അതിൻ്റെ രണ്ട് ഫേസസും. Then what are the parts of respiratory system? It starts with the external nostrils. നമ്മൾ നോസ് എന്നേ പറയാറുള്ളൂ, അപ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണ് external nostrils. Then comes the nasal cavity. It opens into the internal nostrils. അത് നമ്മുടെ റൂഫ് ഓഫ് ദി ഓറൽ ക്യാവിറ്റിയിലാണ് അത് വന്ന് ഓപ്പൺ ചെയ്യുന്നത്. Then comes the nasopharynx. Then glottis and epiglottis. Then larynx, trachea, bronchi, bronchioles, lungs and alveoli. ഇത്രയും ആണ് the parts of respiratory system. ഇതിനെ respiratory tract എന്നും പറയും. So the entire respiratory tract is divided into two parts, upper respiratory tract and lower respiratory tract. Upper respiratory tract എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പാർട്സ് എന്ന് പറയുന്ന external nostrils, nasal cavity, internal nostrils, nasopharynx, glottis and epiglottis. ഇത്രയും ഭാഗങ്ങളിനെയാണ് നമ്മൾ upper respiratory tract എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ലങ്സ് ആൻഡ് ആൽവിയോലൈ, ഇത്രയും പാർട്ടിനെ നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും പറയുന്നു. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ പാർട്സ് വരുന്നത്. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സ്ട്രക്ചേഴ്സിൻ്റെയും റെസ്പിറേറ്ററി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടേക്കിംഗ് ഇൻ ഓഫ് എയർ, ഗിവിങ് ഔട്ട് ഓഫ് യൂസ്ഡ് എയർ, അതാണ് അവരുടെ റെസ്പിറേറ്ററി ഫങ്ഷൻ. ഓക്സിജനെ എടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കളയുക. ആൻഡ് ഇതിന് പുറമെ റെസ്പിറേഷൻ അല്ലാതെ ഈ ലങ്സിന് വേറെ അല്ലെങ്കിൽ എൻറ്റയർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വേറെ ഫങ്ഷൻസും കൂടിയുണ്ട്. അതിൻ്റെ കാറ്റഗറിയാണ് നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദി നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഓഫ് ലങ്സ്? അതിൽ ഫസ്റ്റ് വൺ ഒൽഫാക്ഷൻ. ഒൽഫാക്ഷൻ എന്ന് പറയുന്നത് സ്മെൽ ഡിറ്റക്ഷനാണ് അല്ലെങ്കിൽ സ്മെൽ സെൻസേഷനെയാണ് നമ്മൾ ഒൽഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂക്കിൽ കൂടിയാണ് നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ എടുക്കുന്ന എയറിനകത്ത് വരുന്ന ഒഡോറൻറ്റ് മോളിക്യൂൾസിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ബോഡി ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്താണ് സ്മെൽ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഒൽഫാക്ഷൻ ഇസ് ദി ഫസ്റ്റ് ഫങ്ഷൻ. Then comes vocalization. Vocalization is the production of sound waves. Production of sound waves. അത് വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാർട്ടിലേജിനസ് സ്ട്രക്ചേഴ്സ് നമ്മുടെ ട്രക്കിയയിലുണ്ട്. അപ്പോൾ ആ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്, ഈ എയർ അകത്തേക്ക് പോകുന്ന സമയത്ത് ആ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ഫങ്ഷൻ, നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻ ഓഫ് ലങ്സ് ഓർ ദി റെസ്പിറേറ്ററി ട്രാക്ട്. Then comes the prevention of entry of dust particles. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഡസ്റ്റ് മെറ്റീരിയൽസ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്. അപ്പോൾ ഈ മ്യൂക്കസ് ഒക്കെ അതിനെ ട്രാപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ അകത്തേക്ക് ലങ്സിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാതെ ഇരിക്കാനായിട്ട് അതിനെ സഹായിക്കുന്നു. ദെൻ കംസ് ഡിഫെൻസ് മെക്കാനിസം. അതായത് പൾമണറി മാക്രോഫേജസ് എന്ന് പറഞ്ഞിട്ട് ലങ്സിനകത്ത് മാക്രോഫേജസ് പ്രസൻ്റ് ആണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഈ എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ ബോഡീസ് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫാഗോസൈറ്റോസിസ് കൂടെ നശിപ്പിച്ചു കളയും.
അതാണ് ലങ്സിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തിൽ വരുന്ന ആക്ഷൻ. ദെൻ മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ബാലൻസ്. നമ്മൾ ഈ എടുക്കുന്ന ശ്വാസത്തിനകത്തും കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പറൈസ്ഡ് രൂപത്തിലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതും അതേപോലെ തന്നെ എന്തെങ്കിലും എയർ കുറവെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡീൻ്റെ വാട്ടർ സെൻസിങ് ഏരിയ ഉണ്ട് ബ്രെയിനകത്ത്, ഹൈപ്പോതലാമസിൽ. അവിടെ പോയിട്ട് അതിനെ എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വാട്ടർ ഇൻടേക്കിനുള്ള ഒരു സെൻസേഷനൊക്കെ കൂട്ടാനൊക്കെ സഹായിക്കുന്നു. ദെൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഇത്രയും ആണ് നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഓഫ് ലങ്സ്. ദെൻ കമ്മിങ് ടു ദ കവറിങ്സ് ഓഫ് ലങ്സ്, അതായത് ലങ്സിനെ കവർ ചെയ്യുന്ന മെംബ്രെയിൻ. And the membrane that covers the lungs is called pleura, and it is divided into two layers, parietal pleura and visceral pleura. Parietal pleura എന്ന് പറയുന്നത് it is the outermost covering, and അത് ചെസ്റ്റ് വാളുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ചെസ്റ്റ് വാളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് വിസറൽ പ്ലൂറ എന്ന് പറയുന്നത് അത് ഇന്നർമോസ്റ്റ് ലെയർ ആണ്, ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ക്ലോസ് കണക്ഷൻ വിത്ത് ദ ലങ് ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് layers എന്ന് പറയുന്നത്. ആൻഡ് there is a space in between these two layers which is called the pleural cavity, and it is filled with a fluid called pleural fluid. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കവറിങ്സ് ഓഫ് ലങ്സ്. പ്ലൂറ എന്നാണ് അതിനെ പറയുക. രണ്ട് ലെയേഴ്സ് ഉണ്ട്, ആ രണ്ട് ലെയേഴ്സിൻ്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ദ പ്ലൂറൽ ക്യാവിറ്റി. ഇറ്റ് ഇസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ് കോൾഡ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. സോ ഇത് നോക്കുമ്പോൾ ഇതിൽ ഈ ഒരു ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്നതാണ്, ഈ ഔട്ടർ മോസ്റ്റ് ഭാഗത്ത് വരുന്നതാണ് പെരൈറ്റൽ പ്ലൂറ, ആൻഡ് ദിസ് വൺ ഈസ് ദി വിസറൽ പ്ലൂറ. അതിൻ്റെ ഇടയിൽ കാണുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ പ്ലൂറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. മറ്റത് ചെസ്റ്റ് വാളിൻ്റെ ചെറിയ ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിബ് കേജും റിബ്സിൻ്റെ ആ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു ഇതായിട്ട് കാണിച്ചിരിക്കുന്നത്. സോ പെരൈറ്റൽ പ്ലൂറ ചെസ്റ്റ് വാളുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. വിസറൽ പ്ലൂറ എന്ന് പറയുന്നത് ലങ് ടിഷ്യൂമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ദ സ്പേസ് ഈസ് കോൾഡ് പ്ലൂറൽ ക്യാവിറ്റി. ഇതാണ് പ്ലൂറൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കമ്മിങ് ടു ദി റെസ്പിറേറ്ററി യൂണിറ്റ്. ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. റെസ്പിറേഷന് സഹായിക്കുന്ന ഒരു യൂണിറ്റിനെയാണ് റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ്, ആൻഡ് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കേഴ്സ് ഓൺലി ഓൺ ദിസ് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട്. ഇവിടെ മാത്രം ആണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, വേറെ എവിടെയും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. സോ എല്ലാവർക്കും അറിയായിരിക്കും ആൽവിയോലൈയിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ആൽവിയോലൈനെ തന്നെയാണ് പറയുന്നത്. ആൽവിയോലൈ ഒറ്റയ്ക്കല്ല, അതിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ആ ഒരു ബ്രോങ്കിയോളിൻ്റെ ലാസ്റ്റ് പോർഷനും ഒക്കെ വരുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റെസ്പിറേറ്ററി ബ്രോങ്ക്യൂൾസ്, ആൽവിയോലാർ ഡക്സ്, ആൽവിയോലാർ സാക്സ്, ആൻട്രം ആൻഡ് ആൽവിയോലൈ. ആൻട്രം എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്പേസ് ആണ്. ആൽവിയോലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്തിരിയുടെ കൊല കിടക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെയാണ് ആൻട്രം എന്ന് പറയുന്നത്. ആൽവിയോലാർ സാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് ആൽവിയോലൈ ഒക്കെ കിടക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ആൽവിയോലാർ സാക്ക് എന്നും പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി റെസ്പിറേറ്ററി യൂണിറ്റ്. പിന്നെ അതേപോലെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അതിന് മുന്നേ ഈ ആൽവിയോലൈയുടെ സ്ട്രക്ചർ മുന്തിരിയുടെ കൊല കിടക്കുന്നത് പോലെയാണുള്ളത്. ഒരു തണ്ടിൻ്റെ മുകളിൽ ഒരുപാട് മുന്തിരിങ്ങ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഈ ആൽവിയോലൈ ഇരിക്കുന്നത്. ആൻഡ് അതിന് ചുറ്റും ബ്ലഡ് വെസൽസും കാണുന്നുണ്ട്. അത് ഫുള്ളി കവേർഡാണ്. ഇനി അതിനും വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ഞാൻ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാം. എനിവേ, അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് ആൽവിയോലൈ. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു നോ ഈസ് ദി ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ. ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ. ട്രക്കിയയും ബ്രോങ്കൈ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന ഒരു ഹൈലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ, അതാണ് ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ദിസ് ഈസ് ദി ട്രക്കിയ. അപ്പോൾ ഈ ട്രക്കിയ ലങ്ങിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു ടു. ട്രക്കിയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ആൻഡ് ദേ ഫോം ദി പ്രൈമറി ബ്രോങ്കൈ. ഈ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്, ഇതാണ് പ്രൈമറി ബ്രോങ്കൈ എന്ന് പറയുന്നത്.
പ്രൈമറി ബ്രോങ്കൈ. അത് കഴിഞ്ഞ് ഈ പ്രൈമറി ബ്രോങ്കൈ അപ്പോൾ ഓരോ ലങ്ങിൻ്റെയും അകത്തേക്ക് എൻട്രി ചെയ്യുന്നു. അപ്പോൾ 2 പ്രൈമറി ബ്രോങ്കൈ ആയിരിക്കും ഉണ്ടാവുക. പ്രൈമറി ബ്രോങ്കൈ ആഫ്റ്റർ എൻറ്ററിങ് ഇൻസൈഡ് ദി ലങ്സ് ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു സെക്കൻഡറി ബ്രോങ്കൈ. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെക്കൻഡറി ബ്രോങ്കൈ ആണ് ലങ്ങിൻ്റെ ഓരോ ലോബിലേക്കും പോകുന്നത്. Okay, so the right lung is divided into 3 lobes and the left lung is divided into 2 lobes. അപ്പോൾ റൈറ്റ് ലങ്ങിനകത്ത് 3 സെക്കൻഡറി ബ്രോങ്കൈയും ലെഫ്റ്റ് ലങ്ങിനകത്ത് 2 സെക്കൻഡറി ബ്രോങ്കൈയും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന, പ്ലീസ് വെയിറ്റ്, അപ്പോൾ ഇതിൽ ഈ സെക്കൻഡറി ബ്രോങ്കൈ, ഇതിപ്പോൾ പ്രൈമറി ബ്രോങ്കൈ ആണ്. ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു 3 സെക്കൻഡറി ബ്രോങ്കൈ. അപ്പോൾ ആ സെക്കൻഡറി ബ്രോങ്കൈ ആണ് ഓരോ ലങ്ങിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ലങ്ങല്ല, ഓരോ ലോബിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അതിനുശേഷം ആ ലോബിലേക്ക് എൻറ്റർ ചെയ്ത ശേഷം the secondary bronchi again divides into tertiary bronchi. tertiary bronchi എന്ന് പറഞ്ഞാൽ ആദ്യം ട്രക്കിയ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദേ ഫോം ദി പ്രൈമറി ബ്രോങ്കൈ. പ്രൈമറി ബ്രോങ്കൈ ഓരോ ലങ്ങിനകത്തേക്കും എൻട്രി ചെയ്യും. അതിനുശേഷം ഈ പ്രൈമറി ബ്രോങ്കൈ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി ബ്രോങ്കൈ ആയിട്ട് മാറും. സെക്കൻഡറി ബ്രോങ്കൈ എൻറ്റർ ഇൻ ടു ദി ലോബ്സ് ഓഫ് ദി ലങ്സ്. അതിൽ റൈറ്റ് ലങ്ങിനകത്ത് 3 ലോബ്സും ലെഫ്റ്റ് ലങ്ങിനകത്ത് 2 ലോബ്സും പ്രസൻ്റ് ആണ്. അപ്പോൾ ഓരോ ലോബിലേക്കും സെക്കൻഡറി ബ്രോങ്കൈ ആയിട്ട് അവർ എൻട്രി ചെയ്യും. ലോബിലേക്ക് എൻട്രി ചെയ്ത ശേഷം അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ടെറിഷറി ബ്രോങ്കൈ ആയിട്ട് മാറും. ടെറിഷറി ബ്രോങ്കൈ എന്ത് ചെയ്യും? ഈ ലോബ് വീണ്ടും ലോബ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെറിഷറി ബ്രോങ്കൈ ഓരോ ലോബ്യൂൾസിലേക്ക് എൻട്രി ചെയ്യും. ഈ കാണുന്നതാണ് ടെറിഷറി ബ്രോങ്കൈ. ഇതെല്ലാം ടെറിഷറി ബ്രോങ്കൈ ആണ്. അപ്പോൾ ഈ കുഞ്ഞിതായിട്ടൊക്കെ കാണുന്നത് ടെറിഷറി ബ്രോങ്കൈ ആണ് ഇതൊക്കെ. സോ ഇങ്ങനെ അത് ടെറിഷറി ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടെറിഷറി ബ്രോങ്കൈ പിന്നെ വീണ്ടും ചെറിയതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബ്രോങ്ക്യോൾസ് ആവും. ഈ ബ്രോങ്ക്യോൾസിൻ്റെ അറ്റത്താണ് ആൽവിയോലൈനെ കാണുന്നത്. ഓക്കെ, ടെറിഷറി ബ്രോങ്കൈ എന്ന് പറയുന്നത് ലോബ്യൂൾസിനകത്താണ് എൻട്രി ചെയ്യുന്നത്. അതിനുശേഷം അത് പിന്നെ വീണ്ടും ചെറിയ വെസൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് ബ്രോങ്ക്യോൾസ് എന്ന് പറയുന്നത്. ബ്രോങ്ക്യോൾസിൻ്റെ അറ്റത്താണ് നമുക്ക് ഈ ആൽവിയോലൈനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു മരം ഒരുപാട് ചില്ലയായിട്ട് ഡിവൈഡ് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. ട്രക്കിയാണ് മെയിൻ ട്രങ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് റൈസ് ചെയ്യുന്നു. അതിനെയാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത്. ആ ബ്രോങ്കൈ പിന്നെ ബ്രോങ്ക്യോൾസ് ആവുന്നു. ബ്രോങ്ക്യോൾസിൻ്റെ അറ്റത്ത് ആൽവിയോലൈനെ കാണുന്നു. അപ്പോൾ ഈ ഒരു എൻറ്റയർ ട്രീ ഓർ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രക്കിയോ ബ്രോങ്കിയൽ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് about this structure. And then we move on to the mechanics of respiration. Mechanics ആണ്, mechanism ആയിട്ടില്ല. സോ മെക്കാനിക്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിനെ സഹായിക്കുന്ന പ്രഷേഴ്സ് ഓർ ഫോഴ്സസ് ഓർ സ്ട്രക്ചേഴ്സ്, അതിനെയാണ് നമ്മൾ മെക്കാനിക്സ് ഓഫ് റെസ്പിറേഷൻ എന്നുള്ള കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. സോ it deals with the physical forces and pressures involved in respiration. എന്തൊക്കെയാണ് റെസ്പിറേഷനെ സഹായിക്കുന്ന മെക്കാനിക്സ് ഓർ പ്രഷേഴ്സ്? അതിലാദ്യം വരുന്നത് മസിൽസ് ഓഫ് റെസ്പിറേഷൻ. അതെന്താണെന്നുള്ളത് പറയാം. Then comes intrapleural pressure, intrapulmonary pressure, transpulmonary pressure, compliance and surfactant. ഇത്രയും ആണ് മെക്കാനിക്സ് ഓഫ് റെസ്പിറേഷനിൽ വരുന്നത്. ഓക്കെ, സോ ഇതിങ്ങനെ തന്നെ മെക്കാനിക്സ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറില്ല. ഇതിൽ ചിലപ്പോൾ മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇൻട്രാപ്ലൂറൽ പ്രഷറിനെ പറ്റി മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. സർഫാക്റ്റൻറ്റിനെ പറ്റിയിട്ടും ചോദിക്കാറുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് മൂവിങ് ടു ദി മസിൽസ് ഓഫ് റെസ്പിറേഷൻ. മസിൽസ് ഓഫ് റെസ്പിറേഷൻ ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ respiration. Those are the muscles involved in respiratory process. So the muscles of respiration are divided into 2 types: inspiratory muscles and expiratory muscles. Inspiratory muscles എന്ന് പറയുമ്പോൾ
എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് ഡയഫ്രം. അത് രണ്ടുമാണ് ഇൻസ്പിരേറ്ററി മസിൽസ്. എക്സ്പിരേറ്ററി മസിൽസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആൻഡ് അബ്ഡോമിനൽ മസിൽസ്. ഇനി നമ്മുടെ നോർമൽ റെസ്പിറേഷൻ, ഓക്കെ, നോർമൽ റെസ്പിറേഷന് സഹായിക്കുന്നത് ഇൻസ്പിരേറ്ററി മസിൽസ് ആണ്. നോർമൽ റെസ്പിറേഷൻ, ഓക്കെ, നോർമൽ റെസ്പിറേഷന് സഹായിക്കുന്നത് ഇൻസ്പിരേറ്ററി മസിൽസ് ആണ്. എക്സ്പിരേറ്ററി മസിൽസ് ആർ യൂഷ്വലി ഇനാക്റ്റീവ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. Expiratory muscles are inactive during normal respiration and they become activated during forced or deep respiration. അതായത് നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും വിടും ചെയ്യുന്ന സമയത്താണ് ഈ എക്സ്പിരേറ്ററി മസിൽസ് ആക്ടിവേറ്റഡ് ആവുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ സാധാരണത്തെ പോലെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ വയറിങ്ങനെ വീർക്കുന്നതും കുറയുന്നതും ഒക്കെ ഉണ്ട്. അത് ആ എയർ കയറുന്നതും ഇറങ്ങുന്നതും അനുസരിച്ചിട്ടാണ് ആ വയറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. പക്ഷെ അല്ലാതെ നോർമൽ റെസ്പിറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറിൻ്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും കൊടുക്കില്ല, അല്ലേ? അതേസമയം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ഫങ്ഷൻ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ വയറിൻ്റെ മുകളിൽ പ്രഷർ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, അല്ലേ? റെസ്പിറേഷൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് ദി അബ്ഡമൻ. അപ്പോൾ അത്തരത്തിൽ ഫോഴ്സ്ഡ് റെസ്പിറേഷന് സമയത്ത് മാത്രം ആണ് എക്സ്പിരേറ്ററി മസിൽസ് ആക്റ്റീവ് ആവുന്നത്. അല്ലാത്ത സമയത്ത് ദേ ആർ ടോട്ടലി ഇനാക്റ്റീവ്. So expiratory muscles are inactive during normal quiet respiration and they become activated during forced or deep respiration. Okay. Then inspiratory muscles ആണ് അപ്പോൾ ശരിക്കും റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിനെ സഹായിക്കുന്നത്. ഇനി എന്താണ് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ തൊറാസിക് കേജ് അല്ലെങ്കിൽ എന്താ പറയുക തൊറാസിക് ക്യാവിറ്റി എക്സ്പാൻഡ് ചെയ്യും. സോ ലങ്സ് എക്സ്പാൻഡ് ചെയ്യും. ലങ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലങ്സിനകത്തുള്ള വോളിയം ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ എയർ ഫ്രം ദി exterior or from the atmosphere moves in to the lungs through the nose. അപ്പോൾ അതാണ് ഇൻസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ്. അതിനുശേഷം the thoracic cavity or thoracic cage comes back to its normal stage. അതായത് തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരും. സോ ലങ്സും കംപ്രസ്ഡ് ആവും, തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരും. അപ്പോൾ ലങ്സ് കംപ്രസ്ഡ് ആവുന്ന സമയത്ത് അതിനകത്തുള്ള എയറിനെ സ്ക്വീസ് ചെയ്തിട്ട് ആ എയർ പുറത്തേക്ക് മൂക്കിൽ കൂടെ തന്നെ പുറത്തേക്ക് വരുന്നു. ദാറ്റ് ഈസ് എക്സ്പിരേഷൻ. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ പ്രോസസ്സ് സംഭവിക്കുന്നത്? സോ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ദി external intercostal muscles and diaphragm contract. ഓക്കെ, എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് റിബ്സിൻ്റെ മുകളിലാണ് ഈ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ഇരിക്കുന്നത്. സോ അത് കൺട്രാക്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ രണ്ട് സൈഡിലേക്കായിട്ട് അത് മൂവ് ചെയ്യും. സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയിൻ്റെ അറ്റം വരെ എത്തൊന്നുമില്ല, ഒരിത്തിരി ഭാഗം മാത്രം. അവർ ആ റിബ് കേജിൻ്റെ മുകളിൽ നിന്നും ആ ഒരു ഒബ്സ്ട്രക്ഷൻ അങ്ങോട്ട് മാറ്റി അവർ കൺട്രാക്ട് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യും. സോ അങ്ങനെ രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ റിബ് കേജിന് അപ്പോൾ അവിടെ ഒരു ഇത് വരുന്നില്ല, ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ല, അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒബ്സ്ട്രക്ഷൻ വരുന്നില്ല. സോ എന്ത് സംഭവിക്കും? എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ് കേജ് വിൽ മൂവ് അപ്വേർഡ്സ്. ഡയഫ്രം കൺട്രാക്ട് ചെയ്ത് അത് അബ്ഡോമൻ പോർഷനിലേക്ക് പോകുന്നത് കാരണമാണ് വയറ് എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് നമ്മൾ ഇൻസ്പിരേഷന് സമയത്ത്. സോ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലങ്സിൻ്റെ മുകളിലും ആ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നില്ല. As a result, the lungs expand and air gets in. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇൻസ്റ്റൻറ്റിൽ ഈ കൺട്രാക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം തിരിച്ച് റിലാക്സ് ചെയ്യും. അതായത് ഡയഫ്രം റിലാക്സ് ചെയ്തിട്ട് അവരുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ലങ്സിൻ്റെ മുകളിൽ കംപ്രഷൻ വരും, അവിടെ സ്പേസും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ കൺട്രാക്ട് ചെയ്ത് രണ്ട് സൈഡിലേക്കും പോയിട്ടുള്ള എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്ത് അവർ റിബ് കേജിൻ്റെ മുകളിൽ വന്നങ്ങോട്ട് വീഴുന്ന സമയത്ത് റിബ് കേജിന് ഇനി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് കുറച്ചിനെ കംപ്രസ് ചെയ്ത് താഴത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? എക്സ്പിരേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നു. ഇതാണ് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് വരുന്നത്. സോ അതിൽ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഇതിനകത്ത് മുഴുവൻ പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് തൊറാസിക് കേജ് ആൻഡ് ഇൻസ്പിരേറ്ററി മസിൽസ് ലീഡ് ടു റെസ്പിറേഷൻ. Inspiratory muscles contract, so the thoracic cage moves out.
Parietal pleura attached to thoracic cage moves out. It pulls the lungs, leading to expansion of lungs. Flow of air into the lungs, leading to inspiration. അപ്പോൾ ഇനി ആ പ്ലൂറയുടെ കേസ് പറയുമ്പോൾ തൊറാസിക് കേജ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു പെറൈറ്റൽ പ്ലൂറ എന്ന് പറയുന്നത് ഈ തൊറാസിക് കേജിൻ്റെ കൂടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തൊറാസിക് കേജ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പെറൈറ്റൽ പ്ലൂറ അതിൻ്റെ കൂടെ പോകും. അപ്പോൾ പെറൈറ്റൽ പ്ലൂറ അതിൻ്റെ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ആ പ്ലൂറൽ ക്യാവിറ്റി നല്ലപോലെ ഒന്ന് വികസിക്കാൻ തുടങ്ങും. അതിനകത്തുള്ള ഫ്ലൂയിഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഈ ഫ്ലൂയിഡിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പം നമ്മൾ 2 പേപ്പറുകൾ തമ്മിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു. പേപ്പറോ അല്ലെങ്കിൽ ഒരു പേപ്പറും ഒരു കാർഡ്ബോർഡ് ബോക്സും നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു. അത് ഒട്ടി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ആ പേപ്പറിനെ അതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കാൻ നോക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക ഫെവിക്കോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ നൂല് പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ അല്ല, 2 സർഫസസിനെയും നമ്മൾ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് പോലെ ത്രെഡ് ലൈക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതിനെ കാപ്പിലറി ഇഫക്റ്റ് എന്നാണ് പറയാം, കാപ്പിലറി ഇഫക്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാപ്പിലറി ഇഫക്റ്റാണ് പെറൈറ്റൽ പ്ലൂറൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. ഈ 2 ലെയേഴ്സിനെയും തമ്മിൽ പിടിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ളൊരു കാപ്പിലറി ഇഫക്റ്റ് കൊണ്ടാണ്. സോ ആ കാപ്പിലറി ഇഫക്റ്റിൽ എന്താ പറയുക, ഈ 2 ലെയേഴ്സും തമ്മിൽ സെപ്പറേറ്റായി പോവാതിരിക്കാൻ വേണ്ടി പെറൈറ്റൽ പ്ലൂറ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കാപ്പിലറി ഇഫക്റ്റ് കൊണ്ട് ആ ഫ്ലൂയിഡ് നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. നമ്മുടെ പശ അങ്ങനെ വലിഞ്ഞു പോണത് പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ വിസറൽ പ്ലൂറേനെയും കൂടിയും കൊണ്ടുപോകും. അപ്പോൾ അത് 2 കൂടെ കൊണ്ടുപോകും. വിസറൽ പ്ലൂറ എക്സ്പാൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ലങ്സ് എക്സ്പാൻഡ് ചെയ്യും, ലങ്സിനകത്തുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് പുറത്തുനിന്നുള്ള എയർ ലങ്സിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് ഇൻസ്പിരേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഈ മസിൽസിൻ്റെ കൺട്രാക്ഷൻ്റെ കേസ് പറഞ്ഞു. അതായത് എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം ഒക്കെ കൺട്രാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ അപ്പർ റിബ്സിൻ്റെയും ലോവർ റിബ്സിൻ്റെയും മൂവ്മെൻറ്റ് സംഭവിക്കും. ആ മൂവ്മെൻറ്റും കൂടെയാണ് ഈ പറഞ്ഞ ഇൻസ്പിരേഷൻ എക്സ്പിരേഷനെ സഹായിക്കുന്നത്. ഓക്കെ, സോ അപ്പർ റിബ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊറാസിക് കേജിന് അപ്പർ പോർഷനിലുള്ളതാണ് അപ്പർ റിബ്സ് എന്ന് പറയുന്നത്. ആൻഡ് താഴത്തേക്ക് വരുന്നത് ആ ഒരു ഡയഫ്രത്തിനോട് അടുത്ത് കിടക്കുന്നതാണ് ലോവർ റിബ്സ് എന്നും പറയുന്നത്. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റും ഇതേപോലെ തന്നെ തൊറാസിക് ക്യാവിറ്റിയുടെ മൂവ്മെൻറ്റിനും ലങ്സിൻ്റെ മൂവ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സോ contraction of external intercostals lead to horizontal movement of upper ribs and upward movement of the sternum. sternum എന്ന് പറയുന്നത് എന്താണ്? റിബ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതാണ് സ്ട്രക്ചർ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ അപ്പർ റിബ്സ് മുകളിലേക്ക്, അതായത് ഹൊറിസോണ്ടലായിട്ട് അവരുടെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അവർ മൂവ് ചെയ്തിട്ട് സ്റ്റേർണം അപ്വേർഡ് മോഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിനെ പമ്പ് ഹാൻഡിൽ മൂവ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ പിക്ചർ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ദെൻ ലോവർ റിബ്സ് മൂവ് അപ്വേർഡ്സ് ആൻഡ് സ്വിങ് ഔട്ട്വേർഡ്സ്. അതായത് നമ്മളിങ്ങനെ ഈ ബക്കറ്റിൻ്റെ ഹാൻഡിൽ പിടിച്ച് പൊക്കും താഴ്ത്തുകയും ചെയ്യില്ലേ, അതേപോലത്തെ ഒരു മൂവ്മെൻറ്റാണ് ലോവർ റിബ്സിന് സംഭവിക്കുന്നത്. എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ അപ്പർ റിബ്സ് എന്ന് പറയുന്നത് നമ്മുടെ പമ്പിൻ്റെയൊക്കെ ഹാൻഡിൽ തിരിക്കുന്നത് പോലെ, മുകളിലേക്കും താഴത്തേക്കും തിരിക്കുന്നത് പോലെ അങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ പമ്പ് ഹാൻഡിൽ മൂവ്മെൻറ്റ് എന്ന് പറയും. ലോവർ റിബ്സ് അതേസമയം എന്താ പറയുക, നമ്മുടെ ബക്കറ്റിൻ്റെ ഹാൻഡിൽ എടുക്കുന്നത് പോലെ നമ്മൾ വലിച്ചിങ്ങോട്ട് മുകളിലേക്ക് എടുക്കില്ല, അതിൻ്റെ താഴത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് അതിനെ മുകളിലേക്ക് എടുക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു മൂവ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻറ്റ്. ഇങ്ങനെ 2 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് റിബ്സിന് സംഭവിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് ആ കേജ് എക്സ്പാൻഡ് ചെയ്യുന്നത്. സോ ഇതാണ് പമ്പ് ഹാൻഡിൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്, ഒരു കുറ്റി പോലെ കാണിച്ചിരിക്കുന്നത് സ്റ്റേർണമാണ്, മറ്റേത് ബാക്ക് ബോൺ ആണ്. അപ്പോൾ അപ്പർ റിബ്സ് ഇങ്ങനെയുള്ളൊരു ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റാണ് അത് കാണിക്കുന്നത്. അപ്വേർഡ് കണ്ടില്ലേ, മുകളിലേക്കും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലും അത് മൂവ് ചെയ്യുന്നു. ദെൻ ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഫ്രണ്ടിൽ വരുന്ന ഒരു ലൈറ്റ് ആഷ് കളറിൽ വരുന്നത് സ്റ്റേർണം ആണ്, അതിൻ്റെ ബാക്കിലേക്ക് വരുന്നത് വെർട്ടിബ്രൽ കോളമാണ്. അപ്പോൾ ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്കും വരും, അതേപോലെ തന്നെ സൈഡ് വൈസ് ലാറ്ററൽ വൈസും ഇങ്ങനെ മൂവ് ചെയ്യും.
അതാണ് പമ്പ് ഹാൻഡിൽ ആൻഡ് ബക്കറ്റ് ഹാൻഡിൽ മൂവ്മെൻറ്റ്. ഇങ്ങനെ രണ്ട് മൂവ്മെൻറ്റ്സും കൂടി തൊറാസിക് കേജിന് അല്ലെങ്കിൽ റിബ് കേജിന് വരുന്നുണ്ട്. അപ്പോഴാണ് ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് മച്ച് അബൌട്ട് ദ മെക്കാനിസം ഓഫ് റെസ്പിരേഷൻ. Then comes the pressures. അതിലാദ്യം വരുന്നത് ഇൻട്രാ പ്ലൂറൽ പ്രഷർ. അപ്പോൾ ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്. ഇറ്റ് ഈസ് ദ പ്രഷർ ഇൻസൈഡ് ദ പ്ലൂറൽ ക്യാവിറ്റി. ആ സ്പേസിനകത്ത് വരുന്ന പ്രഷറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഡ്യൂ ടു ദ ഒപ്പോസിങ് ആക്ഷൻസ് ഓഫ് തൊറാസിക് കേജ് ആൻഡ് ലങ്സ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ തൊറാസിക് കേജ്, നമ്മുടെ റിബ് കേജ് എന്ന് പറയുന്നതിന് ഈ എന്താണ് എയർ കയറ്റി വിട്ടിട്ടുള്ള ബലൂണിനെ പോലെയാണ്. എയർ കയറ്റിയിട്ടുള്ള ബലൂണിൻ്റെ അതിനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് പിന്നെ എന്താണ് ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്? എക്സ്പാൻഡിങ് ടെൻഡൻസിയാണ്. അതായത് അതിനിങ്ങനെ പറന്ന് പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് വരുന്നത്. അങ്ങനെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊരു സ്ട്രിങ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കുന്നതോ അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക കുറ്റിയുടെ മുകളിൽ കെട്ടുന്നതോ ഒക്കെ അല്ലേ, പട്ടം പറന്നു പോണത് പോലുള്ള ഒരു കണ്ടീഷനാണ് തൊറാസിക് കേജിന് വരുന്നത്. അതേസമയം ലങ്സ് എന്ന് പറയുന്നതോ ഈ എന്താ പറയുക എയർ കയറ്റിയ ബലൂൺ പോലെ തന്നെ അതിൻ്റെ കെട്ടങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനകത്ത് നിന്ന് എയർ പുറത്തേക്ക് പോയിട്ട് ആ ബലൂൺ ചുരുങ്ങി ഒന്നുമില്ലാത്ത പോലെയാവും അല്ലേ, എയർ ഇല്ലാത്ത പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ് ലങ്സിനുള്ളത്. ദാറ്റ് മീൻസ് തൊറാസിക് കേജ് ഹാസ് എൻ എക്സ്പാൻഡിങ് ടെൻഡൻസി ആൻഡ് ലങ്സ് ഹാവ് എ കൊളാപ്സിങ് ടെൻഡൻസി. അപ്പോൾ അത് രണ്ടും ഓപ്പോസിറ്റ് ആക്ഷൻസ് അല്ലേ? ഈ പറഞ്ഞ ഒപ്പോസിങ് ആക്ഷൻസ് ഈ പ്ലൂറൽ ക്യാവിറ്റിയിലാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രണ്ടിനെയും പിടിച്ചു നിർത്തി അതേപോലെ തന്നെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഒപ്പോസിങ് ഫോഴ്സസിനെയും അതേപോലെ പിടിച്ചു നിർത്തുന്നത് ഈ പ്ലൂറൽ ക്യാവിറ്റിയാണ്. അത് കാരണം ഈ പ്ലൂറൽ ക്യാവിറ്റിക്കകത്ത് ഉള്ള ഈ ഒരു പ്രഷർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രഷർ ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ് ഡ്യൂ ടു ദിസ് ഒപ്പോസിങ് ആക്ഷൻസ് ഓഫ് തൊറാസിക് ക്യാവിറ്റി ആൻഡ് ദി ലങ്സ്. Then comes intrapulmonary pressure. അതിനെ intra alveolar pressure എന്നും പറയും, which is the pressure inside the lungs or the alveoli. Then comes transpulmonary pressure, which is the difference between intrapulmonary and intrapleural pressure. Then compliance, it is the ability of the lungs to stretch or expand. Our expanding ability neയാണ് compliance എന്ന് പറയുന്നത്. And the last one is surfactants, which reduces the surface tension of water inside the alveoli. ഇനി ആൽവിയോലയുടെ ഒരു സ്ട്രക്ചർ കമ്പാരിസൺ പറയാം. അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സർഫാക്റ്റൻസിൻ്റെ ആക്ഷനും കൂടിയും അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റും. ആൽവിയോലൈ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മുന്തിരിക്കൊല പോലെയാണ് അതിരിക്കുന്നത്. മുന്തിരിയുടെ ആ ഒരു തണ്ട്, അതിൻ്റെ ചുറ്റും ഒരുപാട് മുന്തിരിങ്ങ ആയിട്ടുള്ള ഒരു മുന്തിരിയുടെ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു മുന്തിരിനെ ഒന്ന് അതിൻ്റെ ആ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ അതിനൊന്ന് ഡിസെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു മുന്തിരി ഏത് കളറോ ആയിക്കോട്ടെ, പച്ചയോ മറ്റേ ഡാർക്ക് ഇതോ എന്താ പറയുക വയലറ്റ് കളറോ എന്തോ ആവട്ടെ, എന്താണെങ്കിലും ആ മുന്തിരിക്ക് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആ ഒരു സ്കിന്നുണ്ട് അല്ലേ, ഒരു കവറിങ് ഉണ്ട്. അതേപോലെ തന്നെ ആൽവിയോലൈഡിയും പുറത്ത് ഒരു കവറിങ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ദി ആൽവിയോലാർ മെംബ്രെയിൻ. ഓക്കെ, അതിൻ്റെ ചുറ്റും കാണുന്ന മെംബ്രെയിൻ. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്കിന്നിൻ്റെ താഴെ ഇനി മുന്തിരിയുടെ അകത്ത് എന്താ കാണുന്നത്? അതിൻ്റെ തിക്കായിട്ടുള്ളൊരു ഫ്ലഷ് പോർഷനാണ് അല്ലേ. അതേപോലെ ഇവിടെ ആൽവിയോലാർ മെംബ്രെയിൻ്റെ അകത്ത് ഒരു തിക്കായിട്ടുള്ളൊരു സിംഗിൾ ലെയറിലൊരു മെംബ്രെയിൻ സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ദി ആൽവിയോലാർ എപ്പിത്തീലിയം. ഓക്കെ, ഇനി ഈ ആൽവിയോലാർ എപ്പിത്തീലിയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ മുന്തിരിയുടെ അകത്ത് ഈ ഫ്ലഷ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ വരുന്നത്? ഇനി എല്ലാവർക്കും അപ്പോൾ ചിന്ത വരും, കുരു ഉണ്ട് അതിനകത്ത്. നമ്മൾ സീഡ്ലെസ് ആയിട്ടുള്ളൊരു ഇതിനെ മുന്തിരിങ്ങനെയാണ് ഡിസെക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് സീഡില്ല, പകരം അതിനകത്ത് എന്താ ഉള്ളത്? ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ, അതിൻ്റെ ജ്യൂസ് ഉണ്ട്. അത് പക്ഷേ അതിനകത്ത് കളക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അതൊരു ലെയറായിട്ട് ഫോം ചെയ്യുന്നില്ല, അത് കളക്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമാണ് ഇവിടെ ആൽവിയോലയിൽ വരുന്നൊരു വ്യത്യാസം. ആക്ച്വലി ഈ ആൽവിയോലാർ എപ്പിത്തീലിയത്തിൻ്റെ താഴെ നമ്മൾ പെയിൻ്റ് അടിച്ചു വെച്ചതുപോലെ ഒരു സിംഗിൾ ലെയർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആണ് അവിടെ കാണുന്നത്. പക്ഷേ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് പെയിൻ്റ് അടിച്ചു വെച്ചതുപോലെ എവിടെയെങ്കിലും ഇരിക്കുമോ? ഒരിക്കലുമില്ല. എപ്പോഴും വാട്ടർ വിൽ ഹാവ് എ ടെൻഡൻസി ടു ഫോം എ ഡ്രോപ്ലെറ്റ് അല്ലേ, എപ്പോഴും ഡ്രോപ്ലെറ്റ് രൂപത്തിലിരിക്കാനാണ് ഇഷ്ടം. നമ്മൾ എത്ര അതിനെ തുടച്ച് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അത് അതുപോലെ സ്പ്രെഡായിട്ടിരിക്കില്ല, ബിക്കോസ് ഓഫ് ഇറ്റ്സ് സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ആൽവിയോലാർ എപ്പിത്തീലിയം റിലീസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് സർഫാക്റ്റൻസ് എന്ന് പറയുന്നത്. സോ സർഫാക്റ്റൻസ് ആർ സർഫസ് ആക്ടിംഗ് ഏജൻറ്റ്സ് ദാറ്റ് റെഡ്യൂസ് ദി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ലെയർ ഇൻസൈഡ് ദി ആൽവിയോലൈ. അപ്പോൾ ഇതിനകത്ത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആൽവിയോലാർ. ഇതിൽ ഈ പുറത്ത് കാണുന്നത് ആൽവിയോലാർ മെംബ്രെയിൻ ആണ്. അതിൻ്റെ താഴത്ത് വരുന്നത് ആൽവിയോലാർ എപ്പിത്തീലിയം. അത് കഴിഞ്ഞിട്ട് ഈ വരുന്നത് വാട്ടർ ലെയർ ആണ്, സിംഗിൾ ലെയർ ഓഫ് വാട്ടർ. അപ്പോൾ അതിൽ ഈ കാണിച്ചിരിക്കുന്ന സർഫാക്റ്റൻസിൻ്റെ പാർട്ടാണ്. അപ്പോൾ സർഫാക്റ്റൻസ് എന്ന് പറയുന്നത് അതിനൊരു ഹൈഡ്രോഫിലിക് പാർട്ടുണ്ട്, ഹൈഡ്രോഫോബിക് പാർട്ടുണ്ട്. ഹൈഡ്രോഫിലിക് പാർട്ട് എന്ന് പറയുന്നത് വാട്ടർ ലവിങ് ആണ്. അപ്പോൾ അതാണ് ഈ ഒരു ബൾബ് ലൈക്ക് ഒരു ഗ്ലോബുലാർ സ്ട്രക്ചറിലിരിക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടിരിക്കും. ആൻഡ് വാട്ടർ ഹേറ്റിംഗ് പാർട്ട്, ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറയുന്നത് ആൽവിയോലയുടെ സെൻറ്ററിലേക്കും ഫേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഉള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആൽവിയോലൈക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതിനെ സഹായിക്കും. അതാണ് ഈ സർഫാക്റ്റൻസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രിവെൻറ്റ് ദ കൊളാപ്സിങ് ടെൻഡൻസി ഓഫ് ആൽവിയോലൈ. ആൽവിയോലൈക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുക, അതേപോലെ തന്നെ അതിൻ്റെ ആ ഷേപ്പ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് ചുരുങ്ങാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാതെയാക്കുക. അതാണ് സർഫാക്റ്റൻസിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഡൈ പാൽമിറ്റോയിൽ ലെസിത്തിൻ, ഫോസ്ഫാറ്റിഡൈൽ ഗ്ലൈസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽസാണ്. ഇപ്പോൾ ടൈപ്പ് 2 ആൽവിയോലാർ എപ്പിത്തീലിയൽ സെൽസാണ് ഇതിനെ സർഫാക്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫാക്റ്റൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആൽവിയോലൈ അതിൻ്റെ ആ ഷേപ്പ് അതേപോലെ തന്നെ നിൽക്കില്ല, അതെല്ലാം കൊളാപ്സ് ചെയ്യും. കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആൽവിയോലൈക്ക് അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് വീണ്ടും ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ആ സ്പേസിനകത്തേക്ക് ഇത് നല്ലപോലെ ഉള്ളിൽ ആ സിംഗിൾ ലെയർ ഓഫ് വാട്ടർ ഡാർക്ക് ബ്ലൂ കളറിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആ സിംഗിൾ ലെയർ ഓഫ് വാട്ടറാണ്. അപ്പോൾ ആ വാട്ടർ ലെയറിനെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ സർഫാക്റ്റൻസിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതാണ് നോർമൽ ആൽവിയോലൈ. ആൻഡ് മറ്റേത് കൊലാപ്സ്ഡ് ആൽവിയോലൈ ആകുമ്പോൾ അത് കാറ്റഴിച്ചു വിട്ടതുപോലെയാണ് അവരിങ്ങനെ കൊലാപ്സ് ചെയ്തിട്ടിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ട് വിച്ച് ഇസ് കോൾഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അത് സർഫാക്റ്റൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ആൽവിയോലൈ കൊലാപ്സ് ചെയ്ത് പോകുന്ന കണ്ടീഷനാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അത് ഇൻഫൻസിൽ കാണുന്നതിനെ ഇൻഫൻറ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നും പറയും. അങ്ങനൊരു കണ്ടീഷൻ കൂടി അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് അബൌട്ട് സർഫാക്റ്റൻസ്. ദെൻ വാട്ട് ഈസ് വെന്റിലേഷൻ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ആ ലങ്സിനകത്തേക്ക് ലങ്സിൽ നിന്ന് പുറത്തേക്കും അകത്തേക്കും പോകുന്ന എയറിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് റെസ്പിറേറ്ററി മിനിറ്റ് വോളിയം. ദാറ്റ് ഇസ് ദ വോളിയം ഓഫ് എയർ എൻട്രിങ് ഇൻ ആൻഡ് എക്സിറ്റിംഗ് ഔട്ട് ഇൻ 1 minute. അതാണ് പൾമണറി വെന്റിലേഷൻ ഓർ റെസ്പിറേറ്ററി മിനിറ്റ് വോളിയം. നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 6000 ml/minute ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടൈഡൽ വോളിയം ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 12 to 14 times per minute ആണ് അഡൾട്ട്സിൽ വരുന്നത്. കുട്ടികളിലാവുമ്പോൾ അത് വളരെ കുഞ്ഞു കുട്ടികൾ ഇൻഫൻസ് ഒക്കെ ആകുമ്പോൾ 20 to 25 times per minute വരും. ഏർലി ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്ത് അതൊരു 18 to 20. ലേറ്റ് ചൈൽഡ്ഹുഡ് ആവുന്ന സമയത്ത് അതൊരു 16 to 18 times per minute ഒക്കെ വരും. അഡൾട്ട് ആകുമ്പോഴേക്കും അത് 12 to 16 or 12 to 14 times per minute ഒക്കെയാണ് വരുന്നത്. ദെൻ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആൻഡ് എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ ക്വയറ്റ് റെസ്പിറേഷൻ. അതിനെപ്പറ്റി നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ അവിടെ പറയാം. ദെൻ alveolar ventilation, it is the volume of air used for gaseous exchange. ആൽവിയോലൈക്കകത്ത് എത്രമാത്രം എയർ ആണോ gaseous എക്സ്ചേഞ്ചിന് യൂസ് ചെയ്യുന്നത് അതിനെയാണ് alveolar ventilation എന്നും പറയുന്നത്. And then comes dead space. It is also important. ചിലപ്പോൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പേസ് inside the respiratory tract where no gaseous exchange occurs. അതായത് ഒരു തരത്തിലും ബ്ലഡും ആ ഒരു സ്ട്രക്ചറും തമ്മിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ പറയുക എക്സ്ചേഞ്ച് നടക്കാത്ത ഏരിയാസ്, അതിനെയാണ് ഡെഡ് സ്പേസ് അല്ലെങ്കിൽ ഡെഡ് സ്പേസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് വേർ നോ ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. നമുക്കെല്ലാവർക്കും അറിയാം ആൽവിയോലൈക്കകത്താണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പോൾ ആൽവിയോലൈ അല്ലാതെ
ബാക്കിയുള്ള ഏരിയാസിനെയാണ് നമ്മൾ ഡെഡ് സ്പേസസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ എക്സ്റ്റേണൽ നോസ്ട്രൽസ്, നേസൽ ക്യാവിറ്റി, ഇൻറ്റേർണൽ നോസ്ട്രൽസ്, ദെൻ ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ഇതെല്ലാം ഡെഡ് സ്പേസിൽ വരുന്നതാണ്. എന്താണ് കാരണം? കാരണം ഇവിടെയൊന്നും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ജസ്റ്റ് എന്താ സംഭവിക്കുന്നത്, അതിൽ കൂടെ എയർ പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അവരിൽ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ടിഷ്യൂസിലേക്ക് ഓക്സിജൻ എങ്ങനെയാണ് എത്തുന്നത്? ത്രൂ ബ്ലഡ് ആണ്, അല്ലേ? ഈ ആൽവിയോലായിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ആ എയർ എന്നുള്ള ഓക്സിജനാണ് ബ്ലഡിൽ കൂടെ അവിടേക്കൊക്കെ എത്തുന്നത്. അല്ലാതെ ആ ഭാഗങ്ങളിലൊന്നും ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ സംഭവിക്കുന്നില്ല. സോ dead spaces are of two types: anatomical dead space and physiological dead space. Anatomical dead space എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it starts with the external nostrils and end in the bronchioles. അത്രയും ഭാഗത്തിന്, അതായത് എക്സ്റ്റേണൽ നോസ്ട്രൽസ്, നേസൽ ക്യാവിറ്റി, ഇൻറ്റേർണൽ നോസ്ട്രൽസ്, ദെൻ ഗ്ലോട്ടിസ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ്, ഇത്രയും ഭാഗങ്ങളിനെയാണ് നമ്മൾ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് പ്ലസ് some alveoli that does not have blood supply. ഇപ്പോൾ ഒരു മുന്തിരിക്കൊല പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ മുന്തിരിക്കൊല ഇപ്പോൾ നമ്മൾ ഒരു നെറ്റ് വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ നെറ്റിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ നെറ്റിനോട് ടച്ച് ചെയ്ത് കിടക്കുന്ന കുറേ മുന്തിരി ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നെറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത മുന്തിരിങ്ങയും ഉണ്ടായിരിക്കും. ഒരു ബഞ്ചാവുമ്പോൾ അതിനകത്ത് തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ നെറ്റുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വരാത്ത, കണക്ഷൻ വരാത്ത മുന്തിരിങ്ങയും അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ആൽവിയോലൈക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെരിഫറൽ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ്. അതിൻ്റെ ചുറ്റും ഹൈലി ഇതായിട്ടുള്ള പെർഫ്യൂസ്ഡ് ആണ്, അതിനകത്ത് നിറച്ചും ബ്ലഡ് വെസൽസ് കാണുന്നുണ്ട്. പക്ഷേ ഉള്ളിലുള്ള ആൽവിയോലയിലേക്ക് ഒരിക്കലും ഈ ബ്ലഡ് വെസൽസ് നുഴഞ്ഞു കയറി ചെല്ലുന്നില്ല. അപ്പം അങ്ങനെ കയറാത്തത് കൊണ്ട് ചില ആൽവിയോലൈക്ക് ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഇല്ലാത്ത ആൽവിയോലയിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുമോ? ഇല്ല. സോ അത്തരത്തിലുള്ള ആൽവിയോലൈ പ്ലസ് അനാറ്റമിക്കൽ ഡെഡ് സ്പേസിനെയാണ് ഫിസിയോളജിക്കൽ ഡെഡ് സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ദി വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദി ഡെഡ് സ്പേസ് ഈസ് 150 milliliter, 150 milliliter. ഓക്കെ, ഇത്രയുമാണ് അബൌട്ട് ദി ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓഫ് respiratory system. So thank you.